ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജാനുവരി 27 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആൻഡ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സൈൻ അംബ്രല്ല MOU ടു ഡ്രൈവ് മാരിടൈം ഇന്നോവേഷൻ. അപ്പോൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആൻഡ് സെൻറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് MOU. അത് മാരിടൈം ഇന്നോവേഷൻ ബൂസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആൻഡ് ദ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, a scientific society under Ministry of Electronics and Information Technology, signed an umbrella memorandum of understanding to advance technological innovation and excellence in India's maritime sector. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ നോട്ടിഫൈസ് യൂണിഫൈഡ് പെൻഷൻ സ്കീം ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് അണ്ടർ NPS. അപ്പോൾ NPSൻ്റെ അണ്ടറിലുള്ള ഗവൺമെൻറ് എംപ്ലോയീസിന് യൂണിഫൈഡ് പെൻഷൻ സ്കീം നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. The central government officially notified the implementation of the unified pension scheme. The scheme will come into effect from April 1, 2025. Launched in August 2024, Unified Pension Scheme strikes a balance between the old pension scheme and the national pension scheme, offering government employees a guaranteed pension post-retirement, ensuring their financial security. The scheme will be applicable only to central government employees who are covered under the NPS and choose the Unified Payment Service option. Unified Pension Scheme option. According to the notification, existing central government employees as well as future employees can choose to either take the UPS option under the NPS or continue with the NPS without the UPS option. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. ഈ ഒരു പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മൈക്കിൾ മാർട്ടിൻ റിട്ടേൺസ് ആസ് ഐറിഷ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് സെക്കൻഡ് ടൈമിലാണ് ഇപ്പോൾ മൈക്കിൾ മാർട്ടിന് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. മൈക്കിൾ മാർട്ടിൻ ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് ദ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ്സ് പ്രൈം മിനിസ്റ്റർ ഫോർ സെക്കൻഡ് ടേം. Lawmakers voted 95 to 76 in support of the nomination of a Fianna Fáil leader. Martin will lead a coalition government made up of the two largest centre-right parties in addition to independent lawmakers. Martin, 64, was previously Prime Minister from 2020 to 2022 before handling the position to Fine Gael for the second half of the term. Under the coalition agreement, outgoing Prime Minister Simon Harris is set to return as a Premier in 2027. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അർഷ്ദീപ് സിംഗ് നെയിംഡ് ICC 2024 മെൻസ് T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. അപ്പോൾ അർഷ്ദീപ് സിംഗ് ഫാസ്റ്റ് ബോളറാണ് അർഷ്ദീപ് സിംഗ് ഇന്ത്യയുടെ. അപ്പോൾ ICC 2024 മെൻസ് T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിരിക്കുകയാണ് അർഷ്ദീപ് സിംഗ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. The left-arm pacer of India, Arshdeep Singh, was the leading wicket-taker during India's successful outing in 2024 ICC T20 World Cup, and he recently became India's highest wicket-taker in T20 internationals. His 2-wicket spell against England in the first T20 of the ongoing series took his overall tally to 97 wickets, surpassing Yuzvendra Chahal's tally of 96 wickets. He has added yet another accolade to his name as he was named ICC 2024 Men's T20 International Cricketer of the Year. The 25-year-old bowler had an exceptional year, finishing with 36 wickets in 18 T20 international matches. His impressive performances also earned him spot in the ICC T20 International Team of the Year 2024 alongside prominent names like Rohit Sharma, Jasprit Bumrah and Hardik Pandya. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അർഷ്ദീപ് സിംഗ് ആണ് ICC 2024 മെൻസ് T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ.
നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നീതി ആയോഗ് ലോഞ്ചസ് ദ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ നീതി ആയോഗ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ലോഞ്ച് ചെയ്തു ന്യൂഡൽഹിയിൽ. ദ ഹോണറബിൾ ചെയർമാൻ ഓഫ് ദ 16th ഫിനാൻസ് കമ്മീഷൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയ launched the inaugural issue of Niti Ayog's report titled Fiscal Health Index 2025 on 24th January 2025 in New Delhi. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാഡിസൺ കീസ് വിൻസ് ഹിയർ ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ defending champion Aryna Sabalenka in Australian Open 2025 final. അപ്പം മാഡിസൺ വിൻ ചെയ്തിരിക്കുകയാണ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ഡിഫെൻഡിങ് ചാമ്പ്യൻ അറൈന സബലെങ്ക ഓസ്ട്രേലിയൻ ഓപ്പണിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ നേടിയിരിക്കുന്നത് മാഡിസൺ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മൈക്കിൾ ക്ലാർക്ക് ഇൻഡക്റ്റഡ് ഇൻ ടു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിം. അപ്പം മൈക്കിൾ ക്ലാർക്കിനെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ ഹോൾ ഓഫ് ഫെയിം ആയിട്ട് ഇൻഡക്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് കപ്പ് വിന്നിംഗ് ഫോർമർ ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാർക്ക് ഹാസ് ബിക്കം ദ 64th പ്ലെയർ to be inducted into the Australian Cricket Hall of Fame, the sports governing body in the country announced on January 23, 2024. അപ്പോൾ ഈ ജാനുവരി 23 ആണ് ഇത് അപ്പോയിൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അപ്പോയിൻ്റ് അല്ല, 64th പ്ലെയർ ടു ബി ഇൻഡക്റ്റഡ് ഇൻ ടു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഇൻഡക്റ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഗ്രേസസ് ദ 15th നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് 25th ജാനുവരിയാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ. അപ്പോൾ അത് പ്രസിഡന്റ് ദ്രൗപദി മുർമു അത് ഒബ്സർവ് ചെയ്തു. ഗ്രേസസ് ദ 15th നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപദി മുർമു ഗ്രേസ്ഡ് ആൻഡ് അഡ്രസ്ഡ് ദ 15th നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേഷൻസ് ഇൻ ന്യൂ ഡൽഹി January 25, 2025. The President presented the Best Electoral Practices Award to state and district officials who demonstrated exemplary performance in ensuring the smooth conduct of elections on the occasion. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിക്കോളൂ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഡോക്ടർ കെ രാംചന്ദ് founder and director of CABS passes away. അപ്പോൾ CABS എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റംസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. വിംഗ് കമാൻഡർ റിട്ടയർഡ് കെ രാംചന്ദ്, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റംസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO, Bengaluru, passed away. He was 82. Ramchand led the team at DRDO for the indigenous design and development of the AEW&C aircraft. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.